ചക്ക എരിശ്ശേരി. ചക്ക ഒരു 4 പിടി 2 കൈ കൊണ്ട് ചേർത്ത് പിടിച്ചത്, അതിനെ കനം കുറച്ചരിഞ്ഞത്. അതിൻ്റെ കൂടെ മഞ്ഞൾ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഒരു 3 ഗ്ലാസ് വെള്ളം, എരിശ്ശേരി ആയതുകൊണ്ട് ചാറ് വേണമല്ലോ, ഒരു 3 ഗ്ലാസ് വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ച് 1 വിസിൽ വരുന്നിടം വരെ വേവിക്കുക. ഇനി അര തേങ്ങ, 6 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം, 25 വെളുത്തുള്ളി, 7-8 തണ്ട് കരിയാപ്പില. ഈ ജീരകവും വെളുത്തുള്ളിയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്, അതുകൊണ്ട് അതിനെ നന്നായിട്ട് അരച്ചത്. ഈ അരപ്പ് നമുക്ക് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് വെട്ടിത്തിളച്ച് അതിൻ്റെ പച്ചമണം മുഴുവൻ നന്നായിട്ട് പോകണം, എന്നാലേ ടേസ്റ്റ് വരും. അപ്പോൾ അരപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്, പതുക്കെ തിള തുടങ്ങിയിട്ടുണ്ട്. അപ്പം പച്ചമണം പോയോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ കൂടെ ഉപ്പിൻ്റെ പരുവം ഒന്ന് നോക്കിയേക്കാം, ഉപ്പ് പരുവത്തിനുണ്ടോ എന്ന്. ഓക്കെ. ഇനിയും ഇതിന് വേണ്ടിയത് കടുക് വറുക്കുകയാണ്, അതാണ് ഏറ്റവും പ്രധാനം. നന്നായിട്ട് വെളിച്ചെണ്ണ എടുത്ത് കടുകിട്ട്, നമ്മളിപ്പോൾ അരമുറി തേങ്ങ അരച്ചു, അതേപോലെ തന്നെ അരമുറി തേങ്ങ നമ്മൾ വറക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ചരടമുളക്, കരിയാപ്പില, ഇത്രയും സാധനമാണ്. ഈ അരമുറി തേങ്ങ ചേർക്കുന്നതിലാണ് അതിൻ്റെ എരിശ്ശേരിയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ കടുക് വറുത്തത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക എരിശ്ശേരി റെഡി.